MK മുനീറിനെ കോഴിക്കോട് സൗത്തിൽ സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരെ ലീഗിൽ അതൃപ്തി. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും മുനീർ മത്സരിക്കുന്നതിനെതിരെയാണ് വിമർശനം. മുനീർ സ്വയം മാറി നിൽക്കണമെന്ന് ലീഗിലെ ഒരു വിഭാഗം പറയുന്നു. പ്രസാദ് ഉടുമ്പശ്ശേരി വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കിപ്പം തത്സമയം ചേരുന്നു. പ്രസാദ്, ഗുഡ് മോർണിംഗ്. ലീഗിന്റെ കാര്യത്തിൽ ലീഗ് ഈ സ്ഥാനാർത്ഥി പട്ടികയ്ക്കൊക്കെ അന്തിമ രൂപം നൽകി കഴിഞ്ഞിരുന്നു. ലീഗ് മുനീറിന്റെ കാര്യത്തിൽ ഒരു വിഭാഗത്തിന് അതൃപ്തി വരാനുള്ള കാരണം എന്താണ്? അദ്ദേഹത്തിന്റെ അനാരോഗ്യം തന്നെയാണോ? ഗുഡ് മോർണിംഗ് സതിലക്ഷ്മി. അതുതന്നെയാണ്, അദ്ദേഹം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും മത്സരിക്കാൻ രംഗത്തേക്ക് വരുന്നു എന്നുള്ളതാണ് മുസ്ലിം ലീഗിനകത്ത് വലിയ അതൃപ്തി ഉണ്ടാകുന്നത്. ഇതിൽ നേരത്തെ തന്നെ ലീഗ് നേതൃത്വം എല്ലാം തന്നെ കരുതിയിരുന്നത്, അല്ലെങ്കിൽ MK മുനീർ സ്വയം പിന്മാറും എന്നുള്ളതായിരുന്നു. ലീഗിന്റെ നിലപാടും അത് തന്നെയായിരുന്നു. മുനീർ മത്സരിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചാൽ അദ്ദേഹത്തിന് സീറ്റ് നൽകുകയും, അതല്ല അദ്ദേഹം സ്വയം മാറുകയാണെങ്കിൽ അവിടെ മറ്റൊരാളെ കണ്ടെത്തുകയും ചെയ്യുക എന്ന് തന്നെയാണ് ലീഗ് നേതൃത്വം കരുതിയത്. ഇപ്പോൾ MK മുനീർ ആവർത്തിച്ച് താൻ പാർട്ടി മത്സരിക്കും എന്ന രീതിയിലുള്ള സൂചനകൾ നൽകിയതോടുകൂടിയാണ് കോഴിക്കോട് സൗത്തിലേക്ക് അദ്ദേഹത്തെ പരിഗണിക്കുന്നത്. നിലവിൽ അദ്ദേഹം കൊടുവള്ളി MLA ആണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ലീഗിൽ വലിയ അതൃപ്തി ഉണ്ടായിട്ടുണ്ട്. ലീഗിന്റെ സൈബർ ഇടങ്ങളിലെല്ലാം തന്നെ അതിരൂക്ഷമായ വിമർശനമാണ് MK മുനീറിനെതിരെ ഉണ്ടാകുന്നത്. അദ്ദേഹത്തിന് വീണ്ടും മത്സരിക്കുന്നത്, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും മത്സരിക്കുന്നത് അധികാരക്കൊതിയുടെ ഭാഗമാണ് എന്നതുൾപ്പെടെയുള്ള വിമർശനങ്ങൾ MK മുനീറുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നുണ്ട്. MK മുനീർ പറയുന്നത് അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ പോലും ഉണ്ടായത് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തനം നടത്തിയതിന്റെ ഭാഗം കൂടിയാണ് തന്റെ ആരോഗ്യ പ്രശ്നം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതായത് തനിക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ അതിന്റെ കാരണം പാർട്ടിയാണ്, പാർട്ടിക്ക് വേണ്ടി പണിയെടുത്തത് കൊണ്ടാണ് അത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത് എന്നുള്ളതാണ്. MK മുനീർ 91 മുതൽ അദ്ദേഹം തുടർച്ചയായി 7 തവണ മത്സരിക്കുകയും 2006 മങ്കടയിൽ പരാജയപ്പെട്ടത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ 6 തവണ വിജയിക്കുകയൊക്കെ ചെയ്തതാണ്. 2 തവണ അദ്ദേഹം മന്ത്രിയായി. 2 തവണ എന്ന് സാങ്കേതികമായി വേണമെങ്കിൽ 3 തവണ എന്ന് പറയാം. 2001 ആന്റണി മന്ത്രിസഭയിലും, പിന്നീട് 2004 ശേഷം 2005 ഉമ്മൻചാണ്ടി, ആന്റണി രാജിവെച്ചതിന് ശേഷമുള്ള ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലും അദ്ദേഹം അംഗമായി തുടർന്നു. പിന്നീട് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ അദ്ദേഹം വീണ്ടും മന്ത്രിയാകുന്നു. അങ്ങനെ മന്ത്രിയായിട്ടുള്ള ആൾ ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം മാറി നിൽക്കണം. അതുതന്നെയാണ് പാർട്ടിക്ക് ഗുണകരമാകുക. അവിടെ പുതിയ ഒരാളെ ചുമതലപ്പെടുത്തി മത്സരിപ്പിക്കണം എന്നുള്ളതാണ് ലീഗിലെ ഒരു വിഭാഗം പറയുന്നത്. പരസ്യമായുള്ള വിമർശനങ്ങളൊന്നും തന്നെ ആരും നടത്തുന്നില്ല. അത് MK മുനീറിന്റെ അദ്ദേഹത്തോടുള്ള ഈ ആദരവ് കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് അത്തരമൊരു വിമർശനത്തിലേക്ക് ആരും മുതിരാത്തത്. പക്ഷേ MK മുനീർ സ്വയം പിന്മാറണം എന്നുള്ളത് തന്നെയാണ് അവർ ആവശ്യപ്പെടുന്നത്. പാർട്ടിക്കകത്ത് കടുത്ത അതൃപ്തി തന്നെയാണ്. MK മുനീർ മത്സരിച്ചാൽ ആ സീറ്റ് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. പൊതുവായിട്ടുള്ള നിഷ്പക്ഷരായിട്ടുള്ള പാർട്ടിക്ക് പുറത്തുള്ള ആളുകളുടെയൊക്കെ വോട്ട് കിട്ടുന്നതിനൊരു തടസ്സമായി മാറും. അതുകൊണ്ട് അദ്ദേഹം സ്വയം പിന്മാറുകയാണ് വേണ്ടത് എന്നുള്ളതാണ് ഇവരെല്ലാം തന്നെ ഉയർത്തുന്ന കാര്യം.